മഹാന്യരായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം ശ്മശാനക്കാട്ടിനരികിലൂടെ നടന്നു പോകുകയാണ്. അങ്ങനെ എത്രയോ വഴിദൂരങ്ങൾ താണ്ടിക്കൊണ്ട് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണ് 3 ദിവസത്തിന് ശേഷം. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാം ആ ശ്മശാനക്കാട്ടിൻ്റെ അരികിൽ ഒരു ഖബറിൽ ശിക്ഷയനുഭവിക്കുന്നൊരു ഖബർ ദൃഷ്ടിയിൽപ്പെട്ടെങ്കിലും യാത്ര കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം അതേ വഴിയിലൂടെ വരുന്ന സമയം ഖബറിനുള്ള ആളിൽ മുമ്പ് അങ്ങോട്ട് പോകുമ്പോൾ ശിക്ഷിക്കപ്പെട്ട ഖബറിൽ ഇപ്പോൾ സ്വർഗാനുഭൂതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഖബറായി മാറിയിരിക്കുന്നു. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി പടച്ചവനോട് ചോദിച്ചു, റബ്ബേ, ഞാൻ അങ്ങോട്ട് പോകുന്ന സമയം ഈ ഖബറിൽ ശിക്ഷയാണല്ലോ ഉണ്ടായിരുന്നത്, ഇപ്പോൾ എന്ത് സൽക്കർമ്മമാണ് ഇയാൾ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സ ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്. റൂഹുല്ലാഹി ഈസാ നബിയോട് പറഞ്ഞു, ഈസാ, ആ ഖബറിലുള്ള വ്യക്തി മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ ഗർഭത്തിലിരുന്ന കുട്ടി പ്രസവിച്ചു എന്ന് മാത്രമല്ല, അങ്ങനെ വളർന്നു വലുതായി ഏതാണ്ട് 5 വയസ്സ് തികയാറായപ്പോൾ ഓത്തുപള്ളിയിൽ അല്ലെങ്കിൽ പാഠശാലയിൽ മദ്രസയിൽ കൊണ്ടുപോയി ആക്കി. അങ്ങനെ അധ്യാപകൻ ആ കുട്ടിക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോതിക്കൊടുത്തപ്പോൾ ഭൂമിയുടെ മുകളിൽ വെച്ച് അല്ലാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നാമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാ കുട്ടിയങ്ങി ഭൂമിയുടെ മുകളിൽ വെച്ച് ഏറ്റു പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സ പറയുകയാണ്, ഈസാ, അല്ലാഹുവിൻ്റെ ഏറ്റവും ബഹുമാനപ്പെട്ട നാമമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എൻ്റെ ആ നാമം ഈ കുട്ടി ഭൂമിയുടെ മുകളിൽ വെച്ച് വിളിച്ചു പറയുമ്പോൾ ആ കുട്ടിയുടെ പിതാവിനെ ഖബറിനടിഭാഗത്ത് മണ്ണിൻ്റെ അടിയിൽ ശിക്ഷിക്കാൻ ഈ പടച്ചവന് കഴിയില്ല ഈസാ. അതുകൊണ്ടാണ് ആ ഖബറിലുള്ള വ്യക്തിക്ക് സ്വർഗാനുഭൂതികൾ ലഭിച്ചു പോയത്. എങ്കിൽ നമ്മുടെ മക്കളെ സ്വാലിഹായി വളർത്തിയാൽ കിട്ടുന്നത് എന്താണെന്ന് മഹാനായ തഴവ ഉസ്താദ് പറയുന്നു. ഖുർആൻ പഠിപ്പിക്കാതെ വന്നാൽ വലതിന് ബന്ധപ്പെടും അവനെന്ന് വലിയ ഹിസാബിന്. ചില കൂട്ടരിൽ റബ്ബിൻ്റെ ശിക്ഷ ഇറങ്ങൽ കണ്ടോ തടയുന്നതാ മക്തബിലെ ഖുർആനോദല്. ഇതേപോലെ പാഠശാലയിൽ വെച്ചുകൊണ്ട് ആ കുട്ടി ബിസ്മി അങ്ങ് ഓതിയപ്പോൾ അള്ളാഹുവിൻ്റെ നാമം അങ്ങ് ഉച്ചരിച്ചപ്പോൾ എൻ്റെ നാമം ഈ ഭൂമിക്ക് മുകളിൽ ഉച്ചരിക്കുന്ന കുട്ടിയുടെ പിതാവിനെ ഖബറിനടിയിൽ വെച്ചുകൊണ്ട് ശിക്ഷിക്കാൻ എനിക്കർഹതയില്ല ഈസാ. അതാണ് പറയുന്നത്, ചില കൂട്ടരിൽ റബ്ബിൻ്റെ ശിക്ഷ ഇറങ്ങൽ തടയുന്നതാ മക്തബിലെ ഖുർആനോദല്. ഉസ്താദ് പാഠശാലയിൽ വെച്ച് കുട്ടിക്ക് ബിസ്മി ചൊല്ലി കൊടുത്തപ്പോൾ ഖബറിൽ ശിക്ഷ അള്ളാഹു സുഖാനുഭൂതികൾ ഇട്ടുകൊടുത്ത് സ്വർഗലോകമാക്കി കൊടുത്തു ഖബർ. കണ്ടോ? അപ്പോൾ അതാണ് അങ്ങനത്തെ കോടാനക്കോടി ബിസ്മികൾ ഉച്ചരിക്കുന്ന മദ്രസ, പാഠശാലകൾ, ഇൽമിൻ്റെ സ്ഥലങ്ങൾ, അതിലേക്കൊക്കെ സംഭാവന ചെയ്തു കഴിഞ്ഞാൽ നാം ആരാരും സഹായിക്കാനില്ലാതെ അള്ളാഹുവിൻ്റെ സഹായം മാത്രം ബാക്കിയായി കിടക്കുന്ന ഖബറിൽ അവിടെ നമുക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.